ഹലോ. അപ്പം ഞാൻ ഈ ചോറ്റുപാത്രത്തിൽ എന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പൊതുവേ ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ ചെയ്തിരിക്കുന്ന ഒരു പയറുതോരനാണ്, വൻപയറാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാനിത് തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെടുത്തു. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, അതുപോലെ തന്നെ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ മുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഞാൻ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ കുക്കിങ്ങിലോട്ട്. അപ്പോൾ ഒരു മീഡിയം ടൈപ്പുള്ള ഒരു കുക്കറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മുടെ വൻപയർ എടുത്തിടണം. അപ്പോൾ ആവശ്യത്തിനുള്ള വൻപയറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയത്തില്ല, വൻപയർ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം വൻപയർ ഇട്ടു. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഇട്ടു, അതുപോലെ തന്നെ സവാള ആവശ്യത്തിനുള്ളത് എടുത്തിട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. വൻപയർ അതും വേവേണ്ട ആവശ്യമൊന്നുമില്ല. 2 വിസിലൊക്കെ അടിക്കുമ്പം തന്നെ നമുക്ക് ഓഫാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ടുള്ള കടുക് താളിക്കാനുള്ള സാധനങ്ങൾ, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കടുക് ഇടുകയാണ്. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് തന്നെ കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഇഷ്ടമുള്ളവർ ഇടുക, അല്ലാത്തവർ ഇടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പം നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ഇട്ടപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ വൻപയർ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളം വേണ്ട, വെള്ളമില്ലാതെ തന്നെ എടുക്കുക. അപ്പോൾ അതങ്ങനെ എടുത്ത് ഞാൻ ആവശ്യത്തിനുള്ളത് എടുത്ത് ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരത്തേക്ക് ഞാൻ എന്തായാലും അതൊന്ന് വെക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയ്ക്കകത്ത് ഞാൻ പ്രത്യേകിച്ച് വേറൊന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്ത് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് നിങ്ങൾ ഉപ്പുണ്ടോ നോക്കണം കേട്ടോ. പയർ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്ത് തന്നെ ഇടാം. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ വൻപയർ തോര റെഡിയായി. താങ്ക് യു.